നമ്മുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടുന്ന ഒരുത്തിയുണ്ട്. മറ്റുള്ളവർ ചിന്തിക്കാത്ത തരത്തിൽ അവൾ ചിന്തിക്കുന്നു, മറ്റുള്ളവർ പ്രവർത്തിക്കാത്ത തരത്തിൽ അവൾ പ്രവർത്തിക്കുന്നു. SI നൂറിൻ. ബോണ്ണത്താലയിൽ തലനാരിഴയ്ക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇനി നമ്മുടെ കാര്യത്തിൽ അവൾ തലയിടരുത്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ബ്ലാക്കുകളുടെ തലവൻ ട്രയാങ്കിളിൽ നിന്ന് വാളുണ്ടാക്കി. ട്രയാങ്കിളിൽ നിന്ന് തന്നെ ബ്ലാക്കുകൾക്കെല്ലാം കടാരയും കൊടുത്തു. നൂറിന്റെ മരണം. ഇതേസമയം നൂറിൻ വേദ തനിക്ക് സമ്മാനമായി തന്ന ലോക്കറ്റ് നോക്കി വേദയുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. വീടിന്റെ കഥകിൽ ആരോ മുട്ടിയത് കേട്ട് നൂറിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. നൂറിൻ അത് നോക്കാനായി തന്റെ മുറിയിൽ നിന്ന് താഴേക്കിറങ്ങി. സമർ നല്ല ഉറക്കത്തിലുമായിരുന്നു. പെട്ടെന്ന് നൂറിനെ കൊല്ലാനായി ബ്ലാക്കുകൾ തയ്യാറായി കഴിഞ്ഞു. അവർ നൂറിന് നേരെ കടാര വീശി. വേദയെപ്പോലെ തന്നെ തനിക്ക് മുമ്പിലുള്ളവരും മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന നിസ്സഹായരാണെന്ന് നൂറിൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കടാര ഉപയോഗിച്ച് അവരെ നേരിടാൻ നൂറിൻ തയ്യാറായില്ല. ബ്ലാക്കുകളെല്ലാം അടിച്ചിടുന്ന കണ്ട നൂറിനെ കൊല്ലാനായി വേദ കത്തി ഉയർത്തി. നൂറിൻ അത് പിടിച്ചെങ്കിലും തനിക്ക് മുമ്പിലുള്ളത് വേദയാണെന്നറിഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം ഒന്ന് പതറി. നൂറിൻ വേദ തനിക്ക് സമ്മാനിച്ച ലോക്കറ്റ് അവന്റെ കൈകളിൽ വെച്ചുകൊടുത്തു. അത് കണ്ടതും വേദ തന്റെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചെത്തി. വേദ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. താൻ ജീവനത്തിലും സ്നേഹിച്ച നൂറിനെ താനാണ് കൊന്നതെന്ന് വേദയ്ക്ക് വിശ്വസിക്കാനായില്ല. വേദ സുബോധത്തിലേക്ക് തിരിച്ചു വന്നുവെന്ന് മനസ്സിലാക്കിയ ബ്ലാക്കുകൾ അവനെ ഇഞ്ചക്ഷൻ കുത്തി മയക്കി. ഇതൊന്നും അറിയാതെ ഉറക്കത്തിലായിരുന്നു സമർ. നൂറിനെ ബ്ലാക്കുകൾ വീടിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. Norin, More. നൂറിൻ മരിച്ചു. അടിയേറ്റ് ബോധമറ്റ സമറും കുറച്ച് നാളുകൾക്ക് ശേഷം സുബോധം വീണ്ടെടുത്തു. സമറിന്റെ ഓർമ്മകൾ കുറച്ചു കാലം പിന്നോട്ട് പോയി. നീ ബേജാറെന്നാവണ്ട മോനെ. നീ വിചാരിച്ച പോലെ നിനക്കൊരു ആൺകുട്ടീനെ എന്നെ കിട്ടും. ഫാത്തിമയുടെ ഹസ്ബൻഡ് ആരാ? വി ആർ വെരി സോറി. ഡെലിവറി ക്രേസ് ഫാത്തിമ മരണപ്പെട്ടു. പെൺകുഞ്ഞാണ്. തനിക്ക് ആൺകുഞ്ഞ് ലഭിക്കാത്തതും തന്റെ ഭാര്യ മരണപ്പെട്ടതും സമറിന്റെ ഹൃദയത്തെ കല്ലാക്കി. തന്റെ ഭാര്യയെ ഒരു നോക്ക് കാണാൻ പോലും നിൽക്കാതെ സമർ നൂറിനെ തന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും കയ്യിലേൽപ്പിച്ച് അവിടെ നിന്ന് പടിയിറങ്ങി. അന്നു മുതൽ സമർ നൂറിനെ ഒരു നോട്ടം കൊണ്ട് പോലും സ്നേഹിച്ചിട്ടില്ല. ഇനി സ്നേഹിക്കണമെന്ന് തോന്നിയാൽ പോലും നൂറിൻ ഇനിയില്ല. സമർ നൂറിന്റെ ഫൈൻഡിങ്സ് റൂമിലേക്ക് പോയി. അവിടെ നൂറിൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം സമർ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അവയിലെ ഒന്ന് സമറിനെ നടുക്കി. All day, every day, therapist, mother maid, nymph, then a virgin, nurse, then a servant, just an appendage, live to attend him so that he never lifts a finger. 24/7 baby machine, so he can live out his picket fence dreams. It's not an act of love, you make me do too much labor. Why
ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? അസാധാരണമായതും മനുഷ്യജീവനെ ഹാനികരവുമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഡോക്ടർ രഘുരാഘവനെ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് ബാൻ ചെയ്തിരുന്നു. അസാധാരണമായ കാര്യങ്ങൾ. ബാപ്പ, ഈ ലോകത്ത് അസാധാരണമായി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. രഘുവിലേക്കുള്ള മാർഗമെന്ന വണ്ണം സമറിന് മുന്നിൽ ഒരു പേര് തെളിഞ്ഞു. ഇതേ സമയം മൈക്കിൾ താൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾ ഓർത്ത് വിഷമത്തിലായിരുന്നു. അങ്ങോട്ട് ദിനേശ് വന്നു. മൈക്കിള്, ഞാൻ തന്ന കോഡ് ബുക്കിലെ ലാസ്റ്റ് പേജ് നീ വായിച്ചിട്ടുണ്ട്. നമ്മുടെ കഥയുടെ ഹീറോ നമ്മൾ തന്നെയായിരിക്കും. ബാക്കിയുള്ളതെല്ലാം സൈഡ് ക്യാരക്ടേഴ്സ്. എല്ലാവരും അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ നമ്മുടെ സൈഡ് ക്യാരക്ടേഴ്സ് നമുക്ക് മുന്നേ അവരുടെ സ്വപ്നത്തിൽ എത്തിച്ചേർന്നിരിക്കാം. നമ്മൾ തോറ്റു പോയിരിക്കാം. ഈ രോഗം നമ്മളൊരു തോൽവിയായി കൊണ്ടിരിക്കാം. പക്ഷെ മറക്കരുത്, കഥ അന്ത്യത്തിൽ വിജയം നായകന് സ്വന്തം. നീയാണെല്ലാം തുടങ്ങി വെച്ചത്, നീ തന്നെ അവസാനിപ്പിക്കണം. എല്ലാത്തിനും ഞാനുണ്ടാവും നിന്റെ കൂടെ. ബ്ലാക്കുകളുടെ തലവൻ ദിനേശാണ്. ഇനി ഞങ്ങളുടെ കാര്യത്തിൽ തടയിടാം. ഒരിക്കലുമില്ല, ഒരിത്തനുമില്ല. എന്റെ മോളെ കൊണ്ടവന് ഞാൻ കൊന്നിരിക്കും. എന്റെ അച്ഛന്റെ സ്വപ്നം ഞാൻ നടത്തിയിരിക്കും. ഞാൻ